ദി ട്രിപ്പ് ഓഫ് ലഹോള ഗീത് മോപ്പസാങ് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ചെറുകഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. സോ ദ ട്രിപ്പ് ഓഫ് ലഹോള എന്ന് പറയുന്ന ലഹോളയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ ഒരു ബലൂണിന്റെ പേരാണ് ലഹോള എന്ന് പറയുന്നത്. ഇതൊരു ഹോട്ട് എയർ ബലൂണാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ഭയങ്കര ലെങ്തി ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേജുകളുണ്ട്. പക്ഷെ ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു ചാപ്റ്റർ സമ്മറൈസ് ചെയ്തെടുക്കാൻ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പേരാണ്, അതായത് എഴുത്തുകാരന്റെ, ഓഥറുടെ പേരാണ്. ഗീത് മോപ്പസാങ് എന്നുള്ളതാണ് നമ്മൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇദ്ദേഹത്തിന്റെ പേര് ഫ്രഞ്ച് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഈ വായിക്കൊള്ളാത്ത പേരുകളൊക്കെ. ഇതിൽ ഒരുപാടുണ്ട്, ഇനിയും വായിക്കൊള്ളാത്ത ഒരുപാട് പേരുകളുണ്ട്. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്തിനെ കുറിച്ചാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും: എ ഷോർട്ട് സ്റ്റോറി ഡിസ്ക്രൈബിംഗ് ദ നറേറ്റേഴ്സ് ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ. ഈ കൊടുത്തിരിക്കുന്നതാ ഈ സാധനമാണ് ഹോട്ട് എയർ ബലൂൺ എന്ന്. ഈ ഹോട്ട് എയർ ബലൂണിന്റെ പേരാണ് ലഹോള എന്ന് പറയുന്നത്. ഇതും ഒരു വായിക്കൊള്ളാത്ത പേരാണ്. ലഹോള എന്ന് പറയുന്നത് ഈ ഹോട്ട് എയർ ബലൂണിന്റെ പേരാണ്. അപ്പൊ ഈ ഒരു ഹോട്ട് എയർ ബലൂണിലുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള ഗീത് മോപ്പസാങ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി, ഈ ഒരു ചെറുകഥ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ജേർണി നോക്കുകയാണെന്നെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓവർനൈറ്റ് ഫ്ലൈറ്റ്. അതായത് ഒരു രാത്രി ഉടനീളം നീണ്ടു നിന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതും പാരീസിൽ നിന്ന് ഹൈസ്റ്റ്, അതായത് ബെൽജിയത്തിലുള്ള ഹൈസ്റ്റ് വരെ നീണ്ടു നിന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു ഹോട്ട് എയർ ബലൂണിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ആദ്യം കഥയിൽ കാണുന്നത്. ദ നറേറ്റർ ഗെറ്റ്സ് എ ടെലഗ്രാം ടു ജോയിൻ ദ ബലൂൺ ട്രിപ്പ്. ഈ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടില്ല, പുള്ളിക്കാരൻ ഒരു കമ്പി അടിച്ച് കിട്ടുകയാണ്, ഒരു ടെലഗ്രാം കിട്ടുകയാണ്, നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട്. അപ്പൊ അദ്ദേഹം ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് ലാ വില്ലെ. ആ ലാ വില്ലയിലാണ് ഈ പറഞ്ഞ ബലൂണിലേക്ക് ഗ്യാസ് ഒക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He goes to the gas works and sees the balloon Lahola being filled from La Ville. La Ville എന്ന് പറയുന്ന സ്ഥലത്ത് ലഹോള എന്ന് പറയുന്ന നമ്മുടെ ബലൂണിലേക്ക് ഗ്യാസ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. The passengers have dinner while the balloon gets ready. അവിടെ അപ്പുറത്ത് ബലൂൺ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാസഞ്ചേഴ്സ് ഡിന്നർ കഴിക്കുകയാണ്. ആരൊക്കെയാണ് പാസഞ്ചേഴ്സ്? ഒന്നാമത് ഈ ഒരു ഫ്ലൈറ്റ് നയിക്കുന്നത്, ലീഡ് ചെയ്യുന്നത് ക്യാപ്റ്റൻ ജോവിസ് എന്ന് പറഞ്ഞുള്ള ഒരാളാണ്. പിന്നെ ലെഫ്റ്റനന്റ് മാലെ, മൊസിയോർ ബിയർ, മൊസിയോർ ബെസാൻഡ് ആൻഡ് ദ നറേറ്റർ. നമ്മുടെ നറേറ്ററുടെ പേരാണ് ഗീത് മോപ്പസാങ് എന്ന് പറയുന്നത്. വൺ പാസഞ്ചർ ഹാസ് ടു ഗെറ്റ് ഔട്ട് ബിക്കോസ് ദ ബാസ്കറ്റ് ഈസ് ടു ഹെവി ഫോർ ദ ലോങ് ട്രിപ്പ്. ഇതൊരു വലിയ യാത്രയാണ്. ഇത് പാരീസിൽ നിന്ന് ഹൈസ്റ്റ് വരെ എത്തണം. അപ്പോൾ ഒരു പാസഞ്ചറിന് തൽക്കാലം വെയിറ്റ് കൂടുതലായത് കാരണം വൺ പാസഞ്ചർ ഹാസ് ടു ഗെറ്റ് ഔട്ട്, പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇനി ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നീട് നോക്കുന്നത് കേട്ടോ. ക്യാപ്റ്റൻ ജോവിസ് കട്ട്സ് എ റോപ്പ് ആൻഡ് ദ ബലൂൺ ഫ്ലൈസ് അപ്പ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇത് ഇങ്ങനെ അവിടെ ഒരു കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കെട്ടിയിട്ട് വെച്ചിരിക്കുന്നതിന്റെ റോപ്പുകൾ, കയറുകൾ മുറിച്ചുകൊണ്ടാണ് ക്യാപ്റ്റൻ ജോവിസ് ഈ ഒരു യാത്ര തുടങ്ങുന്നത്. ആൻഡ് ദ ബലൂൺ ഫ്ലൈസ് അപ്പ്, അത് മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. പാരീസ് ലുക്സ് ലൈക്ക് എ ഡാർക്ക് ബ്ലൂയിഷ് പാച്ച് ഓർ എ മാപ്പ് ബിലോ ദം. അവർ പാരീസ് എന്ന് പറയുന്ന മഹാനഗരത്തിന് താഴേക്ക് നോക്കിയ സമയത്ത്, മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയ സമയത്ത് അവർക്ക് അതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂയിഷ് പാച്ച് പോലെയാണ് തോന്നിയത്. അല്ലെങ്കിൽ ഒരു മാപ്പ് പോലെയാണ്, ഒരു മാപ്പ് കൊടുത്തിരിക്കുന്ന പോലെയാണ് അവർ മുകളിൽ നിന്ന് താഴേക്ക് പാരീസിനെ നോക്കിയ സമയത്ത് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ദേ കൻ ഹിയർ ഓൾ സൗണ്ട്സ് ഫ്രം ദ ഗ്രൗണ്ട് ക്ലിയർലി, വീൽസ്, ഡോഗ്സ് ആൻഡ് ചിൽഡ്രൻ. അവർക്ക് താഴെയുള്ള എല്ലാ ശബ്ദങ്ങളും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ മേ ബി ഒരു എയ്റോപ്ലെയിനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗണ്ടുകളും ഒന്നും കേൾക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എൻക്ലോസ്ഡ് സ്ട്രക്ചർ. അതിന്റെ 4 വശങ്ങളിലും എൻക്ലോസ് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു ഹോട്ട് എയർ ബലൂണിന്റെ 4 വശങ്ങളും തുറസായിട്ട് കിടക്കുകയാണ്. അതിൽ എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ പറ്റും. താഴെയുള്ള ചക്രങ്ങൾ ഉരുളുന്നതും, വീൽസ് റൊട്ടേറ്റ് ചെയ്യുന്നതും, ഡോഗ്സ് ബാർക്ക് ചെയ്യുന്നതും, കുട്ടികളുടെ ശബ്ദമൊക്കെ അവർക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുമായിരുന്നു. ദേ കൺട്രോൾ ദ ബലൂൺസ് ഹൈറ്റ് ബൈ ത്രോയിങ് സം ഹാൻഡ്ഫുൾസ് ഓഫ് സാൻഡ് ഓർ ബാലസ്റ്റ് ഓവർബോർഡ്. അവരെന്ത് ചെയ്തു? ഈ ചിത്രത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇതിലിങ്ങനെ ഒരുപാട് സാൻഡ് സാക്സ്, അതായത് മണലിലൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ഒരുപാട് ചാക്കുകളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് അവർ വെയിറ്റും ഹൈറ്റും ഒക്കെ, ഈ ബലൂണിന്റെയും ബാസ്ക്കറ്റിന്റെയും ഒക്കെ വെയിറ്റും ഹൈറ്റും ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു ഹാൻഡ്ഫുൾസ് ഓഫ് സാൻഡ്സ് അവർ താഴേക്ക് ഇട്ടുകൊണ്ടാണ് ഈ ഒരു ഹോട്ട് എയർ ബലൂണിന്റെ ഹൈറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് നൈറ്റ് ഫോൾസ് ദേ ഫ്ലോട്ട് പീസ്ഫുള്ളി സ്മെല്ലിംഗ് ദി ഓഡേഴ്സ് ഓഫ് സോയിൽ, ഹേ ആൻഡ് ഫ്ലവേഴ്സ്. അതായത് അവർ മുകളിലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുക. ഫ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ പൊങ്ങിക്കിടക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഫ്ലോട്ട് ചെയ്യുന്ന സാധാരണ നമ്മൾ വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും അവരൊരു കടലിലൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ഒരു ഷിപ്പ് പോലെ ഇങ്ങനെ ഒഴുകി പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുക. അവർക്ക് അതിന്റെ മുകളിൽ നിന്നുകൊണ്ടില്ലേ മണ്ണിന്റെ മണം കിട്ടുന്നുണ്ടതാ. ഈ ഓർഡർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? സ്മെല്ലിനെ കേട്ടോ, മണം എന്നാണ് അതിന്റെ അർത്ഥം. അവർക്ക് എന്തിന്റെ മണം കിട്ടുന്നത്? ഹേ ആൻഡ് ഫ്ലവേഴ്സ്. അവർക്ക് പൂക്കളുടെയും വൈക്കോലിന്റെ ഒക്കെ മണം കിട്ടും. ഹേ എന്ന് വെച്ചാൽ വൈക്കോൽ എന്നാണ് അർത്ഥം. വൈക്കോലിന്റെ ഒക്കെ മണം കിട്ടുന്നുണ്ടായിരുന്നു. they rise very high over 2300 meters and float above the clouds. അവരിപ്പോ മേഘങ്ങളുടെ ഒക്കെ മുകളിലാണ്. അവരിപ്പോ ഫ്ലോട്ട് ചെയ്ത്
പൊങ്ങിക്കടന്ന് പോകുന്നതില്ലേ, അവർ മേഘങ്ങളുടെ ഒക്കെ മുകളിലാണ്. ഏകദേശം 2300 മീറ്റർ മുകളിലാണ് അവരിപ്പോൾ ഉള്ളത്. ദ മൂൺ റൈസസ് ആൻഡ് ദ ഫീൽ ലൈക്ക് ദേ ആർ അലോൺ ഇൻ സ്പേസ്. അവരിപ്പോ മൂൺ റൈസ് കണ്ടു അല്ലെ, അവർ സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈവനിങ് കഴിഞ്ഞതിന് ശേഷമാണ് അവരിങ്ങനെ മെല്ലെ മെല്ലെ ആകാശത്തേക്ക് പൊങ്ങിക്കൊണ്ടിരുന്നത്. അവരിപ്പോ മൂൺ റൈസ് കണ്ടു അല്ലെ, മൂൺ ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചുയരുന്നത് കണ്ടു. ആൻഡ് ദേ ഫീൽ ലൈക്ക് ദേ ആർ അലോൺ ഇൻ ദ സ്പേസ്. അവർക്ക് ചുറ്റിലും ഒന്നുമില്ല. നമ്മൾ കടലിനകത്ത് ഒരു കുഞ്ഞു തോണിയിൽ ഒറ്റപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അവർ ആകാശത്ത് ആരും ഇല്ലാതെ അവർ ഒറ്റക്കാണ് ഈ ലോകത്ത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കി. വാണ്ടറിങ് ട്രാവലിംഗ് വേൾഡ് അല്ലെ, വാണ്ടറിംഗ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അതിൻ്റെതായ ഒരു ലോകമാണ് ആ ബാസ്ക്കറ്റ് എന്നുള്ളത് അവർക്ക് തോന്നിപ്പോവാണ്. ഇനി പെട്ടെന്നാണ് ഈ ഒരു ഹോട്ട് എയർ ബലൂൺ താഴേക്ക് വരുന്നത് കേട്ടോ. ഇത് ഇത്രയും നേരം മുകളിലേക്കാണ് പോയത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഫ്ലൈറ്റ് എന്ന് വിളിച്ചത്. ഇതിന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇത് താഴേക്ക് വരുന്നതാണ്, ദ ഡിസെൻഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സഡൻലി ദ ബലൂൺ സ്റ്റാർട്സ് ടു ഡിസെൻഡിങ് വെരി റാപ്പിഡ്ലി. ഇതിങ്ങനെ താഴേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. റാപ്പിഡ്ലി എന്ന് വെച്ചാൽ എന്താ, വളരെ വേഗത്തിൽ ഇത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. ദേ സീ ദ ഗ്രൗണ്ട് റഷിംഗ് പാസ്റ്റ് ആൻഡ് ദെയർ ബലൂൺസ് ഷാഡോ റേസിംഗ് ഓഫ് ദ ഫീൽഡ്സ്. താഴെ അവർക്ക് ഒരുപാട് പാടങ്ങൾ, ഫീൽഡുകൾ കാണാൻ വേണ്ടി പറ്റും. ആ പാടങ്ങളിലൊക്കെ അല്ലേ അവരുടെ ഈ ഒരു വലിയ ഭീമാകാരനായുള്ള ജൈജാന്റിക് ഹോട്ട് എയർ ബലൂണിന്റെ നിഴലുകളും അവർക്ക് കാണാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് ദേ സീ ദ ഗ്രൗണ്ട് റഷിംഗ് പാസ്റ്റ്. താഴെയുള്ള ഗ്രൗണ്ട് അവരിലേക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കുന്നതായിട്ട് അവർക്ക് തോന്നി. ഓർ ദ ഹോട്ട് എയർ ബലൂൺ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ റിയലൈസ് ദേ ആർ മൂവിങ് വെരി ഫാസ്റ്റ് ആൻഡ് ആർ ബീങ് ചേസ്ഡ് ബൈ എ സ്റ്റോം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അവിടെ ഒരു സ്റ്റോം ഉള്ളതായിട്ട്, അവിടെ ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ട്. ആ കൊടുങ്കാറ്റ് അവരെ ചേസ് ചെയ്യുന്നതുകൊണ്ടാണ് അവരിങ്ങനെ ഡിസെൻഡ് ചെയ്ത് താഴേക്ക് വരുന്നത് കേട്ടോ. അവരിങ്ങനെ താഴേക്ക് കൂപ്പി കൊത്തിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ഡോൺ ദേ സീ ദ സീ. ആ ഡോൺ ആയ സമയത്ത്, ഡോൺ എന്ന് വെച്ചാൽ പുലർച്ച എന്നാണ് അർത്ഥം. പുലർച്ചെ സമയമായ സമയത്തില്ലേ അവർക്ക് കടലൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ദേ മസ്റ്റ് ലാൻഡ് ഇമ്മീഡിയറ്റ്ലി. അവർ വളരെ പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ വലിയൊരു നാശനഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. സോ ക്യാപ്റ്റൻ ജോവിസ് ഓർഡേഴ്സ് മൊസിയോർ മാലെ ടു പുൾ ദ എസ്കേപ്പ് വാൾവ് റോപ്പ്. ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ ഒരു എസ്കേപ്പ് വാൾവ് റോപ്പ് ഉണ്ട്. അതൊരു കയറാണ്. ആ കയർ പിടിച്ച് വലിച്ചാൽ അവർക്ക് താഴേക്ക് പ്രോപ്പറായിട്ട് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മൊസിയോർ മാലറ്റിനോട് ഈ ഒരു എസ്കേപ്പ് വാൾവ് റോപ്പ്, ആ ഒരു കയർ പിടിച്ച് വലിക്കാൻ ആര് ഓർഡർ കൊടുക്കുകയാണ്? നമ്മുടെ ക്യാപ്റ്റൻ ജോവിസ് ഓർഡർ കൊടുക്കുകയാണ്. ദ ബലൂൺ ഡ്രോപ്സ് ലൈക്ക് ആൻ ആരോ. ഒരു അമ്പ് താഴേക്ക് വിട്ട പോലെയാണ്, ഒരു അമ്പ് ചെയ്ത പോലെയാണ് ഇത് താഴേക്ക് വരുന്നത് കേട്ടോ. ദേ കട്ട് ദ ആങ്കർ. ആങ്കർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? നമ്മൾ നങ്കൂരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കപ്പലിലൊക്കെയാണ് സാധാരണ നങ്കൂരം ഉള്ളത്. അതായത് നമ്മളിത് കരക്കടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നങ്കൂരം ഇടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോട്ട് എയർ ബലൂണും നങ്കൂരം ഇട്ടുകൊണ്ടാണ് താഴെ ലാൻഡിങ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. വിച്ച് ഡ്രാഗ്സ് ആൻഡ് ക്യാച്ചസ് ഇൻ എ ഫീൽഡ്. അതായത് ഈ പാടത്തൂടെ അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുന്നുണ്ട്. ഡ്രാഗ് ചെയ്തെന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ വലിച്ചിഴക്കുന്നതിനാണ് നമ്മൾ ഡ്രാഗ് എന്ന് പറയാം. ദ ബാസ്കറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്, ബൗൺസസ് ആൻഡ് ഫൈനലി സെറ്റിൽസ്. അത് താഴേക്ക് ഇടിക്കുന്നു, ഇടിച്ച് ഒരു 2 പ്രാവശ്യം ബൗൺസ് ചെയ്യുന്നു, പിന്നെ പതുക്കെ അത് സെറ്റിൽ ചെയ്യുന്നു. ഇനി ഇതിന്റെ എൻഡ് എങ്ങനെയാണെന്ന് അറിയോ? ദ പെസൻസ് ആൻഡ് ക്യൂരിയസ് കൗസ് റൺ ഓവർ ടു ദ ലാൻഡഡ് ബലൂൺ. ഈ ബലൂൺ അവിടെ ലാൻഡിങ് ചെയ്ത സമയത്ത്, ഈ ഒരു പാടത്ത് ലാൻഡിങ് ചെയ്ത സമയത്തല്ലേ, ദർ വർ എ ലോട്ട് ഓഫ് പെസൻസ്. പെസൻസ് എന്ന് വെച്ചാൽ കർഷകരാണ് കേട്ടോ, ഫാർമേഴ്സ്. അതുപോലെ തന്നെ ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള കൗതുകത്തോടെ വന്നിരിക്കുന്ന ഒരുപാട് പശുക്കളെയും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. ദേ ലാൻഡഡ് അറ്റ് ഹൈസ്റ്റ് ബെൽജിയം അറ്റ് 3:15 AM. വെളുത്തിട്ടില്ല, അതായത് സൺറൈസ് കണ്ടിട്ടില്ല, സൺറൈസ് ആകുന്നതേ ഉള്ളൂ. ആ സമയത്താണ് അവർ ബെൽജിയത്തിലുള്ള ഹൈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാൻഡിങ് ചെയ്യുന്നത്. ദേ ട്രാവൽ ഫ്രം പാരീസ് ടു ബെൽജിയം ഇൻ 1 night. ഒരു രാത്രി കൊണ്ടാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അവരിങ്ങനെ പറന്നെടുത്ത് കേട്ടോ. ആൻഡ് ബാക്ക് ടു പാരീസ് ബൈ ട്രെയിൻ. അവർ തിരിച്ചു പോകുന്നത്, ഇനിയിപ്പോൾ ഈ ഒരു ഹോട്ട് എയർ ബലൂണിലേക്ക് തിരിച്ച് പാരീസിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് പാരീസിലേക്ക് പോകുന്നത് അവർ ഒരു ട്രെയിനിലാണ്. In that single trip, they got to see the sunset, the moonrise and sunrise from the sky. ഈ ഒരു ഒറ്റ യാത്രയിൽ അവർ എന്തൊക്കെ കണ്ടു? സൺസെറ്റ് കണ്ടു, സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടു, മൂൺ റൈസ് കണ്ടു, ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടു, പിന്നെ ഏകദേശം 3:15-4:15 ആയ സമയത്ത് അവരെന്തും കണ്ടു? അവർ സൺറൈസും കണ്ടു. അപ്പൊ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, ദ ട്രിപ്പ് ടു ലഹോള എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഗീത് മോപ്പസാങ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞിരുന്നത്. ഇത്ര മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ചാപ്റ്റർ നോക്കാനുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.